മികച്ച ചിത്രം തുടരും. നല്ലൊരു കൈയോടുകൂടി നമുക്ക് ഈ അവാർഡ് കാണാം. അടുത്തതായി മികച്ച സംവിധായകൻ ജിതൻ കെ ജോസ്, ചിത്രം കളങ്കാവൻ. ഈ പുരസ്കാരം സമർപ്പിക്കുവാനായി ശ്രീ മുരളീധരൻ സാറിനോട് അഭ്യർത്ഥിച്ചുകൊള്ളുന്നു. മികച്ച സംവിധായകൻ ജിതൻ കെ ജോസ്, ചിത്രം കളങ്കാവൻ. ജിതിൻ കെ ജോസ്, ചിത്രം കളങ്കാവൻ. ഇതുവരെ എത്ര കോടിയായി സാർ? ഇന്നലെ വരെ 11. സാർ, സൗത്ത് ഇന്ത്യയിൽ തന്നെ ഒന്നും ഹിസ്റ്ററി ഇല്ല. പ്രിയപ്പെട്ടവരെ, വളരെ വേഗം തന്നെ ഈ പുരസ്കാരങ്ങൾ കൊടുത്തിരിക്കുകയാണ്. നമുക്കറിയാം, 2025 ഏറ്റവും മികച്ച നടൻ സംഗീതത്തിലെ പ്രൈം നസീർ സുഹൃത്തിൻ്റെ 2025 ചിത്രം വിലായത്ത് ബുദ്ധ. ഈ പുരസ്കാരം പ്രിയപ്പെട്ട കെ പി മുരളീധരൻ സാർ സമർപ്പിക്കുന്നു. രണ്ട് വാക്ക് ക്ഷമിക്കുന്ന സാധിച്ചു. സ്നേഹമുള്ളവരെ, ആദ്യം ഒരു ക്ഷമാപണം നൽകുകയാണ്. ഞാൻ വരുന്ന വഴിക്ക് എൻ്റെ വണ്ടിയുടെ ടയർ പഞ്ചറായി. ശരിയാക്കാൻ ഉള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കുറച്ച് ലേറ്റായി. സദ്യം ക്ഷമ ചെയ്യുന്നു. ഈ വേദിയിലിങ്ങനെ വന്ന് ഇത്രയും പ്രഗത്ഭരായ ആളുകളുടെ കൂടെ ഒരു വേദി പങ്കിടാൻ അവസരം ലഭിച്ചതിന് പ്രൈം നസീർ സുഹൃത്ത് സമിതി ഭാരവാഹികളോട്, ഉദയ സമുദ്ര ഗ്രൂപ്പ് ഉള്ള അതീതമായ നന്ദി ഞാൻ ഈ അവസരത്തിലേക്ക് എത്തുകയാണ്. ഒപ്പം ഈ ജൂറി അംഗങ്ങളോട് ഈ സിനിമയിലെ എൻ്റെ കഥാപാത്രത്തിനെ വളരെ താല്പര്യത്തോടെ സ്വീകരിച്ച പ്രേക്ഷകരായ നിങ്ങളോടും എനിക്കുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. പ്രൈം നസീർ സാറിൻ്റെ നമ്മുടെ ജിഷ്ണുമാരെ പറഞ്ഞ പോലെ എനിക്കും നസീർ സാറുമായിട്ട് ഒരു ചെറിയ ബന്ധം ഉണ്ട്. അത് കടത്തനാടനമ്പാടി എന്ന ചിത്രം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം റിലീസായ ചിത്രമാണത്. അതിൽ ആ സമയത്ത് അദ്ദേഹം അത് ഡബ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിന് ശബ്ദം നൽകാനുള്ള ഭാഗ്യം എനിക്ക് ആണ് ലഭിച്ചത്. ഒരു മുഴുനീള കഥാപാത്രത്തിന് ഞാൻ ശബ്ദം നൽകിയതും എനിക്ക് പോലുമല്ല, അതിനു മുമ്പ് ഞാനന്ന് ഒരു അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു. നവോദയയുടെ ചിത്രങ്ങളിലൊക്കെ ചാണക്യൻ ഒക്കെ ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു. ആ സമയത്താണ് നവോദയാണ് കടത്തനാടനമ്പാടി ഞാൻ അങ്ങോട്ടുണ്ടാകുന്നത്. കടത്തനാടനമ്പാടി എന്ന സിനിമ നവോദയ പ്രസിദ്ധ സാറ് ഏറ്റെടുക്കുകയും എൻ്റെ ഈ ശബ്ദത്തിൽ നസീർ സാറിന് വേണ്ടി ഡബ് ചെയ്യണം എന്ന് അദ്ദേഹം ആവശ്യപ്പെടുകയും ഉണ്ടായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അന്ന്
നസീർ സാറിൻ്റെ ഒരു കടുത്ത ആരാധകനാണ് ഞാൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ സുന്ദരമായ മുഖത്ത് ഈ പാറപ്പുറത്തിൽ ഉറയ്ക്കുന്ന ശബ്ദം ഒരിക്കലും ചേരില്ല എന്നുള്ള തിരിച്ചറിവ് എനിക്കുണ്ടായതിനാൽ ഞാൻ അവരോട് പറഞ്ഞു, ബുദ്ധിമുട്ടാണ് എനിക്ക്, എൻ്റെ ഈ ശബ്ദം ഒരിക്കലും ചേരില്ല നസീർ സാറിൻ്റെ മുഖത്തിന്. അപ്പം ഞാനൊന്ന് ട്രൈ ചെയ്യാം. അങ്ങനെ ഏകദേശം 1.5 മാസം വളരെയധികം കഷ്ടപ്പെട്ടാണ് നസീർ സാറിൻ്റെ പയ്യൻപള്ളി ചന്തു എന്ന കഥാപാത്രത്തിന് ഞാൻ ശബ്ദം കൊടുത്തത്. അതിന് വലിയൊരു പ്രശ്നം അതിനകത്തുണ്ടായിരുന്നതെന്ന് പറഞ്ഞാൽ നസീർ സാറിൻ്റെ ശബ്ദം അദ്ദേഹത്തിൻ്റെ 4-ാം പടത്തിൻ്റെ സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നില്ല. മറ്റൊന്ന് നസീർ സാറിൻ്റെ പൈലറ്റ് ട്രാക്കും ഒറിജിനൽ ശബ്ദവും ഉണ്ടായിരുന്നില്ല. അതൊന്നും അന്ന് ലഭ്യമായിരുന്നില്ല. പിന്നെ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ ചുണ്ട് അനങ്ങുന്നത് നോക്കി, ലിപ് മൂവ്മെൻറ്റ് നോക്കി ഡയലോഗ് എഴുതിയെടുത്ത് ആണ് ഞങ്ങൾ അത് പറയാനാണെങ്കിൽ കുറേ അധികം പറയാനാണ്. ഒത്തിരി കോമഡിയാണ് അത്. കാര്യം ഓരോ സീനൊക്കെ ഞങ്ങളുടെ തോന്നിവാസം ഡബ് ചെയ്യുകയും അത് പിന്നെ മാറ്റി ഡബ് ചെയ്യുന്ന അവസ്ഥ വന്നു. നസീർ സാറിൻ്റെ ക്യാരക്ടർ പോലും പല രീതിയിൽ ഇത് മാറ്റേണ്ട അവസ്ഥ വരെ ഉണ്ടായ സംഭവം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ചുരുക്കം പറഞ്ഞാൽ ഞാൻ ഈ കളി പഠിക്കുന്നത് നസീർ സാറിൻ്റെ മുഖത്ത്, നസീർ സാറിൻ്റെ ചുണ്ടിൽ നോക്കിയാണ് എന്ന് പറയുന്നതാണ് സത്യം. സിനിമ ആ ഒരു വലിയ ഭാഗ്യം എനിക്കുണ്ടായത്, എനിക്കിപ്പോൾ ഈ നസീർ സാറിൻ്റെ പേരിൽ ഉള്ള ഈ അവാർഡ് എനിക്ക് കിട്ടിയതിൽ സത്യം പറഞ്ഞാൽ എനിക്ക് പറഞ്ഞറിയിക്കാൻ വാക്കുകളില്ല. അതുകൊണ്ട് എനിക്കിപ്പോൾ ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ അദ്ദേഹത്തിന് ഞാൻ അന്ന് ഡബ് ചെയ്ത, എനിക്കൊരിക്കലും അതുപോലെ ഇപ്പോൾ ചെയ്യാൻ പറ്റുമെന്നുള്ള വിശ്വാസം എനിക്കില്ല. എങ്കിലും ആ ഒരു അന്ന് നസീർ സാറിന് എൻ്റെ കഥാപാത്രം പയ്യപ്പള്ളി ചന്തു എന്ന് പറയുന്ന കഥാപാത്രം മോഹൻലാലിൻ്റെ കടത്തനാടനമ്പാടി എന്ന കഥാപാത്രത്തിനും സന്തോഷിൻ്റെ ഒരു കഥാപാത്രം പേരിട്ടു. ആ കഥാപാത്രത്തിന് ഒരു പ്രതിജ്ഞ ചൊല്ലി കൊടുക്കുന്ന ഒരു ഡയലോഗുണ്ട്. അത് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കാം. കാവിലമ്മയാണ് കളരി പരമ്പരത്തിൽ വരുന്നത്. കത്തികൾക്കും വിളക്കാണ് സത്യത്തിന് വേണ്ടി ഈ വാളെടുക്കും. പെൺകുല ചെയ്യില്ല, കഴുത്തറ്റ് പോയാലും അംഗത്തിൽ കളവും ചെറിയും കാണില്ല. ഇത് സത്യം, സത്യം, സത്യം. ഇങ്ങനെയൊന്നും ആയിരുന്നില്ല അന്ന് ചെയ്തത്. അന്ന് വളരെ ഇന്ന് പ്രായം കുറച്ചായി. ഇപ്പോൾ അത്രയും മിമിക്രി, ഞാനൊരു മിമിക്രി കലാകാരനല്ല. അതിൻ്റെതായ ഒത്തിരി, ഞാൻ പറഞ്ഞ ഒത്തിരി കഷ്ടപ്പെട്ടാണ് അത് ചെയ്യുന്നത്. അതുപോലെ എന്നെ സംബന്ധിച്ചിടത്തോളം വിലായത്ത് ബുദ്ധ എന്ന് പറയുന്ന സിനിമയിലെ എൻ്റെ കഥാപാത്രം ഏകദേശം 3.5 വർഷം ഞാൻ അതിനു വേണ്ടി കഷ്ടപ്പെട്ടതാണ്. അതിൽ നിങ്ങൾക്കറിയാമായിരിക്കും, ആ കഥാപാത്രത്തിന് 2 പേരുകളാണുള്ളത്. ഒന്ന് തൂവെള്ള ഭാസ്കരൻ, മറ്റൊന്ന് തീർത്ഥം ഭാസ്കരൻ. അതിൽ ആ തീട്ടക്കുഴിയിലെ ഒരു സീനെന്ന് പറയുന്നത് ഏകദേശം 7 ദിവസത്തോളം മറയൂരിൽ, ആക്ച്വലി അത് സെപ്റ്റി ടൈമൊന്നുമല്ല, ഓക്കെ, എങ്കിൽ കൂടിയും മറയൂരിൽ ഏകദേശം 8 ഡിഗ്രി സെൻറ്റിഗ്രേഡാണ് രാത്രിയിലത്തെ തണുപ്പെന്ന് ഓർക്കുക. ആ തണുപ്പത്ത് ആ തീട്ടക്കുഴിയിൽ 8 ദിവസം കിടന്ന ഒരു കഷ്ടപ്പാടിനെ കുറിച്ച് എനിക്കിപ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അതിൻ്റെ ഒത്തിരിയധികം പ്രോബ്ലംസ് ഞാനിപ്പോൾ അനുഭവിക്കുന്നുണ്ട്. മറ്റൊന്ന്, ആ കഥാപാത്രത്തിന് എന്നെ ആയിരുന്നില്ല സെലക്ട് ചെയ്തിരുന്നത്. ഞാൻ മറ്റൊരു നടനായിരുന്നു അത് ചെയ്തത്. അതായത് ഏകദേശം ഒരു 3-4 ദിവസം 2-3-4 സീനുകൾ, അതിൻ്റെ പ്രധാനപ്പെട്ട 3-4 സീനുകൾ അഭിനയിക്കുകയും ചെയ്തതാണ്. അപ്പോൾ നമുക്ക് പക്ഷേ നമ്മുടെ സംവിധായകനും അതിൻ്റെ റൈറ്റേഴ്സിനും പൃഥ്വിരാജിനുമൊന്നും ആ ക്യാരക്ടർ ഒരു തിലകൻ ശൈലി വേണം ആ കഥാപാത്രത്തിന് എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്നിലേക്ക് അത് വന്നത്. അവരത് ഞാൻ ആദ്യമേ പറഞ്ഞു, എനിക്ക് നമ്മൾ
വലിയ വലിയ മുമ്പിലൊന്നും പിടിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. നിങ്ങൾക്ക് നോക്കുക, നിങ്ങൾ എന്നെ കൊണ്ട് ചെയ്യിക്കാമെങ്കിൽ ഞാനത് ചെയ്യാം. അല്ലാതെ എനിക്ക് തിലകൻ്റെ ആ ഒരു റേഞ്ചിലുള്ള അഭിനയം പ്രകടിപ്പിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റുമെന്ന് എനിക്കുള്ള വിശ്വാസം എനിക്കില്ല. പിന്നെ ആടുകളെടുത്ത് കൂടെയെങ്കിലും കാണുമല്ലോ എന്നുള്ള ഒരു തോന്നലിൽ അത് ചെയ്തതാണ്. അതിൻ്റെ ഒരു ഇതായിരിക്കും ഈ കിട്ടിയ ഒരു പുരസ്കാരം എന്ന് ഞാൻ കരുതുന്നു. എന്തായാലും ആ കഥാപാത്രത്തിന് കിട്ടിയ അവാർഡ് തീർച്ചയായിട്ടും ഞാൻ അതിൻ്റെ സംവിധായകനും അതിൻ്റെ സാങ്കേതിക പ്രവർത്തകരും എന്നോടൊപ്പം അതിലഭിനയിച്ച എല്ലാ നടീനടന്മാർക്കും ഞാൻ അവരോടൊപ്പം ഈ ആദരവ് ഞാൻ പങ്കെടുക്കും. കാര്യം അവരാണ് എന്നെ ആ കഥാപാത്രത്തിന് വേണ്ടി എന്നെ പ്രാപ്തനാക്കിയത് എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. സന്തോഷം, നന്ദി.